നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കും. പിണറായി വിജയന്റെ വാടക വീട്ടിലെ ഇഡി റെയ്ഡ് തുടങ്ങി വന്ദേമാതരം വരെയുള്ള വിവാദങ്ങൾ ചർച്ചയിൽ ഉയർന്നുവരും. നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിക്ക് സമർപ്പിച്ച രേഖകളിലെ പങ്കാളിത്ത കരാർ പാർട്ട്ണർഷിപ്പ് ഡീഡ് രേഖ മുക്കിയതായി സൂചന. 2024 മാർച്ച് 30 തളിപ്പറമ്പ് തഹസീൽദാർ അന്നത്തെ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കാളിത്ത കരാർ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കരാർ ലഭ്യമല്ലെന്ന വിവരമാണ് നവീൻ ബാബുവിന്റെ മരണം വിവാദമായപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ചത്. പെട്രോൾ പമ്പിന് അപേക്ഷിച്ച പ്രശാന്തൻ ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാരുമായി ഉണ്ടാക്കിയ പങ്കാളിത്ത കരാറാണ് തഹസീൽദാർ ഉള്ളടക്കം ചെയ്തിരുന്നത്. പമ്പിന് പിന്നിൽ ആരാണെന്ന് പുറത്തുവരാതിരിക്കാനായി കരാർ രേഖ മുക്കിയതാണോ എന്ന് സംശയമാണിപ്പോൾ ഉയരുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് 91 മുറിവുകൾ, വാരിയലിൽ 7 പൊട്ടലുകൾ, തലയിലെ നീർക്കെട്ടും രക്തസ്രാവവുമാണ് മരണകാരണം. കുട്ടിയുടെ കൈയൊടിഞ്ഞതിലും അവ്യക്തതയുണ്ട്. കുട്ടിയുടെ കൈയൊടിഞ്ഞത് പടിയിൽ നിന്ന് വീണത് എന്നാണ് മൊഴിയിൽ. എന്നാൽ അതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. അക്കാര്യത്തിലും അന്വേഷണം നടക്കും. അഷ്കറിനെതിരെ കൊലപാതകം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം കൂടാതെ SC/ST ആക്ട് കൂടി ചേർക്കാൻ പോലീസ് തീരുമാനം. അഖിലയ്ക്കൊപ്പം ഒരുമിച്ച് താമസിക്കാൻ കുട്ടി ഒരു തടസ്സമാണെന്നാണ് പോലീസിന് അർഷാദ് മൊഴി നൽകിയത്. കുട്ടിയെ ഉപദ്രവിക്കുന്നത് അഖിലയ്ക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അഖിലയ്ക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തും. അഷ്കർ കുട്ടിയെ മർദ്ദിക്കുന്നത് പലവട്ടം കണ്ടിരുന്നുവെന്ന് അമ്മ അഖില കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അമ്മയുടെ കൺമുന്നിൽ വടികൊണ്ടും കൈകൊണ്ടും മർദ്ദിച്ചു. കുട്ടിയെ മർദ്ദിക്കുന്നത് അമ്മ തടഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒളിച്ചു വെക്കുകയും ചെയ്തു. പനവൂരിലെ വീട്ടിൽ തെളിവ് നശിപ്പിക്കാൻ സഹായിച്ച അഷ്കറിന്റെ മാതാവിനെയും സഹോദരിയെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ച ദിനം തന്നെ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. അട്ടക്കുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഫീസ് മുറിയുടെ മേൽക്കൂരയാണ് തകർന്നു വീണത്. വൈകിട്ട് 5:30 സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഒന്നടങ്കം താഴേക്ക് പതിച്ചത്. 3 കോടി മുടക്കി നവീകരിച്ച കെട്ടിടമാണ് തകർന്നു വീണത്. അതിന്റെ ശിലാഫലകം കെട്ടിടത്തിൽ തന്നെയുണ്ട്. കോർപ്പറേഷൻ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിട്ടില്ല. തിരുവനന്തപുരം അട്ടക്കുള സർക്കാർ സെൻട്രൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ പ്രതികരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ്. സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണതിൽ മുൻ മന്ത്രി മറുപടി പറയണമെന്ന് VV രാജേഷ് പറഞ്ഞു. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ വളക്കൈ സ്വദേശി അർജുൻ എന്ന 22-കാരന്റെ അവയവങ്ങൾ പുതുജീവൻ നൽകിയത് 4 പേർക്ക്. ഹൃദയം, വൃക്ക, കരൾ എന്നിവയാണ് ദാനം ചെയ്തത്. കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലെത്തിച്ച ഹൃദയം മലപ്പുറം സ്വദേശിയായ 48-കാരനിൽ മിടിച്ചു തുടങ്ങി. ആസ്റ്റർ മെഡിസിറ്റിയിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണിത്. അർജുനന്റെ വൃക്കകളിൽ ഒന്ന് കണ്ണൂർ ആസ്റ്റർ മിംസിലെ രോഗിക്ക് നൽകും. രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. അർജുന്റെ സംസ്കാരം ചെങ്ങളായി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടന്നു. അന്യ സംസ്ഥാനങ്ങളിലെ ലാബുകളിൽ നിർമ്മിച്ച് കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്ന മാഫിയകളെ നയിക്കുന്നത് വൻസ്രാവുകൾ. യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടിമകളും അക്രമകാരികളുമാക്കുന്ന ഇവരെ ഉൾപ്പെടെ പൂട്ടാനുള്ള ഓപ്പറേഷൻ തൂഫാന് ഇന്ന് തുടക്കം. സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ അതീവ രഹസ്യമായി രാസലഹരി കിട്ടും. സൗജന്യമായി ലഹരി നൽകിയാണ് വിദ്യാർത്ഥികളെയും മറ്റു ലഹരി കടത്താനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ചെറിയ പൊതികളാക്കി ലഹരി വിൽക്കുന്ന ചെറുമീനുകളെയാണ് ഇതുവരെ പിടികൂടിയിരുന്നത്. കടത്തുകാർ, സംഭരണ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്തി ലഹരി മാഫിയയുടെ വേരറുക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ പുതുലക്ഷ്യം. അന്യസംസ്ഥാനങ്ങളിലെ പോലീസുമായി സഹകരിച്ചുള്ള ഓപ്പറേഷനുകളും ഉണ്ടാവും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം തിരുവനന്തപുരത്ത് ഇതിനായി വിളിച്ചു ചേർക്കും. നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിൽ കോടതി പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ചു. പ്രതികൾക്കെതിരെ ചുമത്തിയ വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അംഗീകരിച്ചത്. കേന്ദ്രം എതിർത്തിട്ടും സംസ്ഥാനം ചുമത്തിയ വകുപ്പാണ് ഇത്. പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസുകാർ തല്ലിയതായി പരാതി. പ്രതിപക്ഷ നേതാവിന്റെ വാഹനത്തിലെ ഡ്രൈവർക്കാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മർദ്ദനമേറ്റതായി പരാതിയുള്ളത്. തല്ലിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഔദ്യോഗികമായി പരാതി നൽകി. AKG സെൻട്രലിലെ ഡ്രൈവർ അനൂപ് PK ആണ് പരാതി നൽകിയത്. മലബാർ ദേവസ്വം ബോർഡ് അകാരണമായി പിടിച്ചെടുത്ത അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം ട്രസ്റ്റുകൾക്ക് തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. വർഷങ്ങളായി CPM നിയന്ത്രണത്തിലുള്ള മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രം കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു.
ക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമനവും തുടർ നടപടികളും നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തി. വിധി പ്രസ്താവിച്ച് മെയ് 26 മുതൽ ഒരു മാസത്തിനകം പുതിയ പാരമ്പര്യ ട്രസ്റ്റിയെ നിയമിക്കണമെന്നും അതിനുശേഷം നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ട്രസ്റ്റിക്ക് ഭരണം കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. പുതിയ ഭരണസമിതി രൂപീകരിക്കാൻ 3 മാസം അനുവദിച്ചു. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് കെ വി വിജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ മുസ്ലിം പള്ളികൾക്ക് സമാനമായ പച്ച പെയിന്റ് അടിച്ചതും തിരുമാന്താംകുന്ന് പൂരക്കമ്മിറ്റിയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതും ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ ഇതര മതസ്ഥർ കയറി ആക്രമണം അഴിച്ചുവിട്ടതും വലിയ വിവാദമായിരുന്നു. എറണാകുളം കിഴക്കമ്പലം യുവതിയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കഴുത്തു ഞെരിച്ച് മരിച്ചെന്ന് കരുതി റോഡരികിലെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച കേസിലെ പ്രതി ചേലാട് തുമ്പറത്തുകുടി നിതിൻ യുവതിയിൽ നിന്നും സ്വർണവും പണവും കൈപ്പറ്റിയതായി വിവരം ലഭിച്ചു. പലതവണയായാണ് 12 പവൻ സ്വർണവും പണവും യുവതിയിൽ നിന്ന് വാങ്ങിയെടുത്തത്. സ്നേഹബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇയാൾ യുവതിയെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. കേസിൽ അറസ്റ്റിലായ നിതിനുമായി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ നിതിന്റെ വിവാഹം മറ്റൊരു യുവതിയുമായി ഉറപ്പിച്ചിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവതിയെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കുന്നത്തുനാട് പോലീസ് പ്രതിയെ പിടികൂടിയത്. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയൻ കാറിന്റെ നിറവും മാറ്റുന്നു. ഔദ്യോഗിക വാഹനമായി 2022 ജനുവരി മുതൽ കറുത്ത കാർ ഉപയോഗിച്ചിരുന്ന പിണറായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉപയോഗിക്കുക വെള്ള ഇന്നോവ ക്രിസ്റ്റ കാർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന കാറാണിത്. 99 എന്ന നമ്പറും സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. AKG സെന്ററിലെ കാറിലാണ് നിലവിൽ പിണറായിയുടെ യാത്ര. മുഖ്യമന്ത്രി VD സതീശൻ ഒരാഴ്ചയ്ക്കുള്ളിൽ കന്റോൺമെന്റ് ഹൌസിൽ നിന്നും ക്ലിഫ് ഹൌസിലേക്ക് താമസം മാറിയേക്കും. ഇതിനുശേഷം കന്റോൺമെന്റ് ഹൌസിലെ അറ്റകുറ്റപ്പണികൾ കൂടി കഴിഞ്ഞാകും പിണറായി ഇവിടേക്ക് മാറുക. അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ഫോൺ നമ്പർ ഇതുവരെയുള്ള കുടിശ്ശിക തീർത്ത് പൊതുഭരണ വകുപ്പ് കട്ട് ചെയ്തു. ഔദ്യോഗികമായി അനുവദിച്ച നമ്പറുകൾ പദവി ഒഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ നമ്പർ തിരിച്ചേൽപ്പിച്ചിരുന്നെങ്കിലും പഴയ നമ്പർ പിണറായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനായി AI ക്യാമറ സംവിധാനം സ്ഥാപിച്ചതിൽ കരാർ പ്രകാരമുള്ള തുക സമയബന്ധിതമായി ലഭിക്കുന്നില്ലെന്ന് കാട്ടി കരാർ കമ്പനിയായ SRIT നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടി. SRIT മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മധുസൂദനൻ നമ്പ്യാരാണ് ഹർജി നൽകിയിരിക്കുന്നത്. 36.95 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിലൊഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. CBSE പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റ് ഒടുവിൽ ശരിയായി. അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങി. ഇന്നു മുതൽ ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. അതേസമയം CBSEയുടെ പുതിയ OSM സംവിധാനം അടക്കമുള്ള വിഷയങ്ങളിലെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ പരിഗണിക്കുന്ന പാർലമെന്ററി സമിതി ഇന്ന് പരിശോധിക്കും. ഭാരത ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നു. 2025 ഡിസംബർ 18 മസ്കറ്റിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദിയും ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് ആഭ്യന്തര പ്രക്രിയകൾ പൂർത്തിയായ ശേഷം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നത്. പ്രതിരോധ മേഖലയിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു ഭാരതം. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വാഹനത്തിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഭാരതത്തിന്റെ ദിവ്യാസ്ത്ര MK-1 ഡ്രോൺ വിജയകരമായി വിക്ഷേപിച്ചു. രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു പരീക്ഷണം. ഭാരതത്തിന്റെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് പരീക്ഷണം. തൃണമൂൽ കോൺഗ്രസ് TMC ഒരു വലിയ ആഭ്യന്തര പിളർപ്പിന്റെ വക്കിലാണെന്ന് അഭ്യൂഹങ്ങൾ. ഇതിന് നേതൃത്വം നൽകുന്നത് ഋതബ്രത ബാനർജിയാണെന്നും ആരോപിക്കപ്പെടുന്നു. അടുത്ത ഘട്ടങ്ങൾ തീരുമാനിക്കുന്നതിനായി വിമത സംഘം അടുത്തിടെ കൊൽക്കത്തയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും രാഷ്ട്രീയമായി ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ അടുത്തിടെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ ഭിന്നത ഉടലെടുത്തത്. കൂടാതെ മുതിർന്ന നേതാവ് ശോഭൻദേവ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ സമർപ്പിച്ച രേഖയിൽ നിരവധി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ വ്യാജ ഒപ്പുകൾ അടങ്ങിയിട്ടുണ്ടെന്നും ആരോപിക്കപ്പെടുന്നു. ഇറാനിലെ യഥാർത്ഥ അധികാരം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ IRGC കമാൻഡർമാരുടെ കൈകളിലേക്ക് മാറിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ തന്റെ രാജി സുപ്രീം നേതാവ് മുജ്തബ ഖമേനിക്ക്
സമർപ്പിച്ചതായി റിപ്പോർട്ട്. ഇറാനിയൻ പ്രവാസികളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്ന ലണ്ടൻ ആസ്ഥാനമായുള്ള മാധ്യമ സ്ഥാപനമായ ഇറാൻ ഇന്റർനാഷണലാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാൻ ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും നിഷേധിച്ചു. വിദേശ പിന്തുണയുള്ള മാധ്യമങ്ങൾ ഭിന്നതയും അസ്ഥിരതയും വിതയ്ക്കാൻ ഉപയോഗിക്കുന്ന ആവർത്തിച്ചുള്ള തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് ഇറാനിയൻ സർക്കാരിന്റെ വക്താവ് റിപ്പോർട്ടുകളെ വിമർശിച്ചു. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ലോകത്തിലെ 4ാമത്തെ വലിയ ഷിപ്പിംഗ് റൂട്ടായ ബാബ് അൽ മന്ദബ് കടലിടുക്കിലും ഉപരോധം തീർക്കാൻ ഇറാന്റെ തീരുമാനം. ബാബ് അൽ മന്ദബ് കടക്കുന്ന കപ്പലുകളെ ആക്രമിക്കാൻ സഖ്യകക്ഷിയായ യമനിലെ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയെന്ന് സൂചന. ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതാണ് പ്രകോപനമായത്. യുഎസുമായുള്ള സമാധാന ചർച്ചകൾ നിർത്തിവെച്ചു. ഇറാനുമായുള്ള തന്ത്രപ്രധാനമായ ചർച്ചകൾ പാളം തെറ്റുന്നത് തടയാൻ വാഷിംഗ്ടൺ പാടുപെടുന്നതിനിടെ ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കത്തെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അശ്ലീല പദപ്രയോഗം നിറഞ്ഞ് ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടതിനും തെക്കൻ ലബനനിൽ കരസേനാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും പിന്നാലെയാണ് അസാധാരണമായ ഫോൺ സംഭാഷണം നടന്നത്. നെതന്യാഹു ഇസ്രായേലിനെ അന്താരാഷ്ട്ര ഒറ്റപ്പെടുത്തലിലേക്ക് തള്ളിവിടുകയും ഇറാനുമായുള്ള യുഎസ് നയതന്ത്ര ശ്രമങ്ങളെ അപകടത്തിലാക്കുകയും ചെയ്തുവെന്ന് ട്രംപ് ആരോപിച്ചതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് ജനഭൂമി.